ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചോക്ലേറ്റ് നട്ട്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഉണ്ടാക്കിക്കൊടുത്ത ഒരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കാം നമുക്കത് എങ്ങനെയാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 kg വാനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ കുറച്ച് ചെറീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഗണാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാരമൽ ചെയ്ത നട്ട്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ. അതിന് ശേഷം അതിലേക്ക് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്ത് വെച്ച് ഞാൻ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ക്രീം അവർ പറഞ്ഞിരിക്കുന്നത് ക്രീം അധികം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ലെയറിലൊന്നും അധികം ക്രീം ഇട്ട് കൊടുത്തിട്ടില്ല. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ഞാൻ പൊടിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറീസ് വെച്ച് കൊടുക്കുക. ചെറീസ് ഞാൻ കട്ട് ചെയ്തെടുത്തില്ല, അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചോക്ലേറ്റ് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്ത് ഇതേപോലെ രണ്ടാമത്തെ ലെയറും റെഡിയാക്കി എടുക്കുക. ഞാൻ നട്ട്സിൽ കാഷ്യൂനട്ടും ബാദാമും ഒരു 1/4 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്ത ശേഷം അതേപോലെ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ ചെറീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചോക്കോ ചിപ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്ത ശേഷം അതേപോലെ ഞാനൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അവർ പറഞ്ഞത് ഹാർട്ട് ഷേപ്പുള്ള കേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിനെ 2 സൈഡും കട്ട് ചെയ്ത് ഹാർട്ട് രൂപത്തിൽ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ 2 സൈഡ് ഞാൻ കട്ട് ചെയ്ത ശേഷം ഈ കട്ട് ചെയ്ത പീസ് മുകളിലത്തെ ഭാഗത്തിലേക്ക് വെച്ച് കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം വെച്ച് കൊടുക്കുക. സൈഡിൽ നല്ലോണം ക്രീം ഇട്ട ശേഷം ഈ പീസ് എടുത്ത് അവിടെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ടോട്ടലായിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇതേപോലെ ക്രീം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത പീസ് ഇവിടെ വെച്ച് കൊടുത്ത് അതിനുശേഷം കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്ക് ഫുൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ വരുന്നവരെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത ശേഷം നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ക്യാമറ ഓഫായിപ്പോയി ഞാനിത് എടുക്കുമ്പോൾ. അപ്പോൾ ഇതേപോലെ ഞാൻ അരമണിക്കൂറിന് ശേഷം വെളിയിലെടുത്ത് ഇതേപോലെ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.